സാറേ, യൂറോപ്പിലേക്ക് റഷ്യ ബോംബ് കയറ്റി അയക്കുന്നു വിമാനം വഴി, ശരിയാണോ? അങ്ങനെ പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് കഴിഞ്ഞ ദിവസം സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് മീഡിയയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹത്തിന് നേരിട്ട് അറിവുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പ്രത്യേകിച്ചും യൂറോപ്പിലേക്കുള്ള ചരക്ക് വിമാനങ്ങളിൽ റഷ്യ ഈ പാഴ്സലുകൾ, വലിയ പാഴ്സൽ സർവീസുകളൊക്കെ വഴി ഒരു പാർസൽ വരും. ഇത് ബോംബായിരിക്കും. അല്ലെങ്കിൽ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഫോടക വസ്തുക്കളും ഒക്കെ ആകാം. മെഗ്നീഷ്യം ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള സ്ഫോടക വസ്തുക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ചിലത് ഈ വിമാനങ്ങളിൽ, പ്രത്യേകിച്ചും ചരക്ക് വിമാനങ്ങൾ കയറുന്നതിന് മുമ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. ചിലത് അതിന് മുമ്പ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്രാ വിമാനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് വിമാനങ്ങൾ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ സാധ്യതയും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് കുറേ വിശദാംശങ്ങൾ പറഞ്ഞിട്ട് ന്യൂയോർക്ക് ടൈംസിൽ ഒരു റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ ചാര ഏജൻസികൾ ഈ വിവരം ബൈഡനോട് പറഞ്ഞു. ബൈഡനെ ബ്രീഫ് ചെയ്തിട്ട് ബൈഡൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാരെ ക്രെംലിനിലേക്ക് അയച്ചു. എന്ന് പറഞ്ഞാൽ പുട്ടിൻ്റെ ആളുകളോടൊക്കെ വലിയ നടപടികളുണ്ടാവും, നിങ്ങൾ ഈ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു എന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിലേക്കുള്ള ചരക്ക് വിമാനത്തിലും ഒരിക്കൽ ബോംബ് വെച്ചിരുന്നു. ചിലപ്പോൾ ആ വിമാനം ഓടി എത്തുന്ന സമയം വരെ ഇത് പൊട്ടുന്നുണ്ടാവില്ല. പലതരം ഈ ബോംബ് കഥകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് റഷ്യയുടെ. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഇതിന് എയർലൈൻ ടെറർ എന്നാണ് മറ്റേ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത്. എയർലൈൻ ടെറർ അല്ലേ? എയർലൈൻ ടെറർ പുതിയ സംഭവമാണത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് വാർഫെയർ എന്നും പറയുന്നുണ്ട്. ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വിമാനത്തിൽ പോയി ബോംബിടുക, ഓരോ രാജ്യത്തുമൊക്കെ ഗ്രനേഡ്, മിസൈല് ഇങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെയല്ലാത്ത വാർഫെയറും കൂടി ചേരുന്നതിനാണ് ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറയുന്നത്. അതായത് സാമ്പത്തിക ഉപരോധങ്ങൾ വഴി, സൈബർ അറ്റാക്കുകൾ വഴി, പ്രചാരണങ്ങൾ വഴി ഒക്കെ രാജ്യങ്ങളെ നശിപ്പിക്കാമല്ലോ. അതും കൂടി ചേർത്തിട്ടാണ് ഈ ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറയുന്നത്, ഈ പാഴ്സൽ ബോംബുകൾ അയക്കുന്നതിനെ. അപ്പോൾ ഗതാഗത സൗകര്യങ്ങളിൽ അട്ടിമറി നടത്തുക. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ നമുക്കറിയാമല്ലോ, ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് റെയിൽവേ ലൈനിലൊക്കെ ഉദ്ഘാടന ദിവസമൊക്കെ അട്ടിമറിയൊക്കെ നടന്ന അത് റഷ്യയാണ് ഉത്തരവാദി എന്ന ആ കാലത്ത് സംശയം ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയുകയൊക്കെ ചെയ്തിരുന്നു, ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ തന്നെ. ഇനിയിപ്പോൾ കൂടുതൽ സംശയിക്കുകയാണ് വേണ്ടത് ഈ തെളിവുകളൊക്കെ വരുമ്പോൾ. പിന്നെ GPS-കളുണ്ടല്ലോ പല സ്ഥലത്തും യൂറോപ്പിലൊക്കെ ഉള്ള, ഇതൊക്കെ അട്ടിമറിക്കുക. 2024 ഏപ്രിലിൽ ചെക്കോസ്ലോവാക്യയുടെ ഗതാഗത മന്ത്രി മാർട്ടിൻ കൂപ്ക പറഞ്ഞിരുന്നു, ചെക്കോസ്ലോവാക്യയുടെ റെയിൽ ശൃംഖലകളിൽ റഷ്യ അട്ടിമറി നടത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. യൂറോപ്പിലെ റെയിൽ ശൃംഖലകളിലൊക്കെ റഷ്യ അട്ടിമറി നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ചെക്കോസ്ലോവാക്യ ഗതാഗത മന്ത്രി മാർട്ടിൻ കൂപ്ക പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത കാലത്ത് ഈ അസർബൈജാൻ്റെ ഒരു യാത്രാ വിമാനം റഷ്യ വെടിവെച്ചിട്ടു. അത് കസാഖ്സ്ഥാനിൽ 38 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത് പിന്നെ മാപ്പ് പറഞ്ഞെങ്കിലും പുടിൻ ഇത് ഓൺ ചെയ്തില്ല, ഞങ്ങളാണ് ഉത്തരവാദികൾ എന്നോ അബദ്ധം പറ്റിയതാണെന്നുള്ള മട്ടിലാണ് ഇത് നിൽക്കുന്നത്. 2014 ഈ മലേഷ്യയുടെ MH17 എന്ന് പറഞ്ഞ വിമാനം കിഴക്കൻ യുക്രൈൻ്റെ മേലിൽ റഷ്യ വെടിവെച്ചിട്ടിരുന്നു. അതിൽ 298 യാത്രക്കാർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു ഈ മലേഷ്യൻ വിമാനം. അതും ഉത്തരവാദിത്വമൊന്നും ഏറ്റിട്ടില്ല റഷ്യ. പക്ഷേ റഷ്യയാണ് ചെയ്തത്, യുക്രൈൻ്റെ മുകളിലാണ് മലേഷ്യയുടെ വിമാനം. ഇത് ചില നമ്മുടെ ഈ അസർബൈജാൻ്റെയും മലേഷ്യയുടെയും കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പാഴ്സൽ ബോംബുകളുടെ കഥ വേറെ. അപ്പോൾ ഈ
MH17 മലേഷ്യയുടെ ചെയ്തത് തങ്ങളാണെന്ന് റഷ്യ പറഞ്ഞിട്ടില്ല. റഷ്യയുടെ പിന്തുണയുള്ള വിഘടനവാദികളാണത് ചെയ്തത്, ഭീകരരാണ് ചെയ്തത് എന്ന് ഏതാണ്ടൊക്കെ വ്യക്തമായിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ GPS സിഗ്നൽസൊക്കെ ജാം ചെയ്യുന്നുണ്ട് പലപ്പോഴും. പിന്നെ യൂറോപ്പിൻ്റെ ഗതാഗത സൗകര്യത്തിന് മൊത്തം അട്ടിമറിക്കാനും പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കാരണം യൂറോപ്പും അമേരിക്കയാണല്ലോ ഈ ഉപരോധങ്ങൾ നടത്തുന്നത്. അപ്പോൾ വേറൊരു തരം വാർഫെയർ യൂറോപ്പിനും അമേരിക്കയ്ക്കും എതിരെ റഷ്യ പയറ്റുന്നു. അതാണ് ഈ ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറഞ്ഞ പട്ടാള തന്ത്രമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കൺവെൻഷനലായ യുദ്ധരീതികൾക്ക് പുറമെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള പരമ്പരാഗത യുദ്ധരീതികൾക്ക് പുറമെ അങ്ങനെയല്ലാത്ത ആധുനിക രീതികളും കൂടി പരീക്ഷിക്കുന്നു. അത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറയുന്നത്. ഈ സൈബർ അറ്റാക്കുകൾ, എക്കണോമിക് ഡിസ്റ്റോർഷൻസ്, പ്രൊപ്പഗണ്ട വാറുകൾ, ഇതൊക്കെ അതിൽപ്പെടും. പ്രധാനമായിട്ടും ബ്രിട്ടൻ, ജർമ്മനി, പോളണ്ട് ഈ രാജ്യങ്ങൾക്കെതിരെ ഈ പാഴ്സൽ ബോംബുകൾ റഷ്യ അയച്ചതായിട്ട് വിവരമുണ്ട്. കഴിഞ്ഞ ഈ വേനൽക്കാലത്ത് DHL പാഴ്സൽ കമ്പനി, ആ പാഴ്സൽ കമ്പനി വഴിയാണ് ചിലതൊക്കെ അയച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ബിർമിംഗ്ഹാമിൽ ഒരു കേന്ദ്രത്തിൽ തീ പടർന്നത്. ഈ ബോംബ് നേരത്തെ കത്തിയിട്ട് പടരുകയാണ് ചെയ്തത്. ലീപ്സിഗ്, ജർമ്മനി, ആ വിമാനത്താവളത്തിൽ ജൂലൈയിൽ ഇങ്ങനെ ഒരു പാഴ്സൽ ബോംബ് കണ്ടെത്തി. ലീപ്സിഗ് ഈ പാഴ്സൽ ബോംബ് വിമാനത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ പൊട്ടിപ്പോയി. ക്ലിയർ ചെയ്ത് വിമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ പൊട്ടിപ്പോയി. ബിർമിംഗ്ഹാമിലെ ഡിവൈസ് ഈ ഫ്ലൈറ്റിലേക്ക് അയച്ച ശേഷം ആണ് കത്തുന്നത്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ചല്ല, അങ്ങോട്ട് കയറ്റാൻ അയച്ച ശേഷം 2 എണ്ണം പോളണ്ടിലാക്കിയായിരുന്നു 2 പാഴ്സൽ ബോംബുകൾ. അത് ഫയർ ബോംബുകൾ പാഴ്സൽ വഴിയാണ് എത്തിയത്. ഇത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ല, പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി. പക്ഷേ 2 ഫയർ ബോംബുകൾ പാഴ്സൽ വഴി പോളണ്ടിലെത്തിയിരുന്നു കുഴപ്പമുണ്ടാക്കാൻ. റഷ്യയുടെ GRU മിലിറ്ററി ഇൻ്റലിജൻസ് ഈ നടത്തിയ സംഭാഷണങ്ങളുണ്ടല്ലോ, രഹസ്യമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ, റഷ്യയുടെ പട്ടാളത്തിൻ്റെ ചാരവിഭാഗം GRU മിലിറ്ററി ഇൻ്റലിജൻസ് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഈ അമേരിക്കയുടെ ഇൻ്റലിജൻസ് സർവീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം പറയുന്ന സംഭാഷണങ്ങൾ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമേരിക്കയിൽ വിപുലമായ ആക്രമണത്തിനുള്ള റിഹേഴ്സൽ റഷ്യ നടത്തി എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇത് കൂടുതലായാൽ കളി മാറും എന്ന് ബൈഡൻ പുടിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ആ റിപ്പോർട്ടിലുണ്ട്. ഈ ബിർമിംഗ്ഹാം, ലീപ്സിഗ് ഈ സ്ഥലങ്ങളിലെത്തിയ റഷ്യയുടെ പാഴ്സലുകൾ ലിത്വാനിയയിൽ നിന്നാണ് വന്നിരുന്നത്. ലിത്വാനിയയിൽ നിന്ന് അയച്ചതാണ്. ലിത്വാനിയയിൽ പാക്ക് ചെയ്ത് അവിടെ DHL സർവീസ് വഴി അയച്ചതാണ് ലീപ്സിഗിലേക്കും ബർമിംഗ്ഹാമിലേക്കും ഉള്ളത്. ഒരെണ്ണം ഒരു മാസേജറിൻ്റെ അകത്താണ് ഉണ്ടായിരുന്നത്. പാഴ്സൽ സ്കാനിങ്ങിൽ പൊതുവെ ഈ പാഴ്സലുകൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു അലസത വിമാനത്താവളങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യരെയൊക്കെ നന്നായിട്ട് പരിശോധിക്കും, പക്ഷെ പാഴ്സൽ ഇന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് അങ്ങനെ വേണ്ടത്ര ചെക്കിംഗ് ഇല്ല. അത് മുതലാക്കുകയാണ് റഷ്യ, ആ അലസത മുതലാക്കുകയാണ് റഷ്യ. അപ്പോൾ ബർമിംഗ്ഹാം പാഴ്സലിൻ്റെ കാര്യത്തിൽ ബർമിംഗ്ഹാം പാഴ്സൽ അയച്ചത് ഡിസംബറിലായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ ഒരു മാസം മുമ്പ് കുറേ പാഴ്സലുകൾ ഈ ഒരു വൈദ്യുത വാഹനത്തിൽ കൊണ്ടുപോകുമായിരുന്നു. ലീപ്സിഗിൽ അല്ല ബർമിംഗ്ഹാമിൽ വൈദ്യുത വാഹനത്തിൽ കുറേ പാഴ്സലുകൾ കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിൽ വെച്ച് പൊട്ടുകയാണ് ചെയ്തത്. പാഴ്സൽ. അപ്പോൾ ഇത് മെഗ്നീഷ്യം ബോംബാണെങ്കിൽ അണയ്ക്കാൻ പ്രയാസമാണെന്ന്. അതാണ് മെഗ്നീഷ്യം ബോംബുകൾ ചെയ്തിരിക്കുന്നത്.
ഇത് അണയ്ക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗംഭീരമായിട്ട് കത്തുകയാണ് ചെയ്യുക, ആളിക്കത്തുക ചെയ്യുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഒരു തരം എന്താ പറയുക, ഒളിപ്പോർ, ഗറില്ല യുദ്ധം എന്നൊക്കെ പറയുന്നത് അല്ലേ? റഷ്യ ഒരു ഗറില്ല യുദ്ധമുറ തുറക്കുന്നു അല്ലേ? യൂറോപ്പിനും അമേരിക്കയ്ക്കും എതിരെ തുറന്നിരിക്കുന്നു. അത് പലയിടത്തും വെച്ച് വിവരങ്ങളുള്ളത് കൊണ്ടുമൊക്കെ ചിലതൊക്കെ രഹസ്യ വിവരങ്ങൾ സർക്കാരിനൊക്കെ അയച്ചിട്ടുണ്ടാവും. ഇത്രയും വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ ബർമിംഗ്ഹാം, ലീപ്സിഗ്, അമേരിക്കയിലേക്കുള്ളത്, പോളണ്ടിലേക്കുള്ള 2 ഫയർ ബോംബുകൾ, ഇത്രയുമൊക്കെ വിവരങ്ങൾ നമുക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ ഈ 2 വിമാനത്തിൻ്റെ കാര്യമുണ്ടല്ലോ, ഈ മലേഷ്യൻ വിമാനവും അസർബൈജാൻ വിമാനം. നമുക്ക് തോന്നും അസർബൈജാൻ നിന്നും മലേഷ്യ എന്നൊക്കെ, ഇതിൻ്റെ അകത്തുമൊക്കെ വലിയ യൂറോപ്യൻ യാത്രക്കാരൊക്കെ ഉണ്ടാവില്ലേ? ലക്ഷ്യം അവരായിരിക്കും അല്ലേ? അതായിരിക്കുമല്ലോ. പക്ഷെ നമ്മൾ കരുതുമ്പോൾ മലേഷ്യയിലൊരു വിമാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടാണെന്നൊക്കെയാണ്. അങ്ങനെയൊന്നും ആ 2 വിമാനത്തിൻ്റെ കാര്യം എടുത്താൽ പോരാ. റഷ്യയുടെ അതെന്തെങ്കിലും യൂറോപ്യൻ താല്പര്യമോ അമേരിക്കൻ താല്പര്യമോ ഒക്കെ ബന്ധപ്പെട്ട വിമാനങ്ങളായിരിക്കും അത്. റഷ്യയുടെ നീക്കം പ്രവചനാതീതമാണെന്ന് പറയാം അല്ലേ? അതെ. കാരണം ഉപരോധത്തിന് ഗറില്ല പോര് കൊണ്ട്, ഒളിപ്പോര് കൊണ്ട് പകരം വീട്ടുകയാണ് ഉപരോധത്തിന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.